നമസ്കാരം. പതിരും കതിരും. ഒരു സിനിമയിൽ കൊച്ചുപിച്ചാത്തി നിവർത്തി കീലേരി അച്ചു വെല്ലുവിളിക്കാൻ ഇറങ്ങുന്ന രംഗമുണ്ട്. ഏതവനുണ്ടാ എന്നോട് ഏറ്റുമുട്ടാൻ, ധൈര്യമുള്ളവന്മാർ വാടാ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിച്ചെന്നു, ഞാനുണ്ട് തന്നോട് ഏറ്റുമുട്ടാൻ. ഉടൻ കീലേരി പറയുകയായി, എങ്കിൽ ഞങ്ങൾ രണ്ടാളോടും ഏറ്റുമുട്ടാൻ ഏതവനുണ്ടടാ. ഇതുപോലെയാണ് ശിവൻകുട്ടി മാമൻ്റെ വെല്ലുവിളി. ശാരീരികമായ അവശതയുണ്ടായിട്ടും തൻ്റെ വിപ്ലവ വീര്യം കെട്ടുപോകാതിരിക്കാൻ ശിവൻകുട്ടി ഇങ്ങനെ വെല്ലുവിളിക്കാറുണ്ട്. പക്ഷേ തീയതിയും സമയവും കുറിച്ചുള്ള ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയാതെ പോയി. കൊല്ലവർഷം 1201 മീനമാസത്തിലെ ആയില്യം നാളായ ഇന്നേ ദിവസം, അതായത് ഈ ഞായറാഴ്ച, AKG സെൻറ്ററിൻ്റെ ഭരണത്തിരിക്കുന്ന വിപ്ലവ പരദേവതകളെ മുഴുവൻ സാക്ഷിയാക്കി ഞാനിതാ വെല്ലുവിളിക്കുന്നു. രാവിലെ മുതൽ ഉച്ചവരെ ഞാൻ നേമത്തെ നിലപാട് തറയിൽ കച്ചമെഴുക്കും ചമയങ്ങളുമായി വെറും കൈയോടെ കാത്തിരിക്കും. ആയുധം പ്രയോഗിക്കുന്നതല്ല. രാജീവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ സമയത്തിനുള്ളിൽ വന്ന് എന്നോട് വാദപ്രതിവാദങ്ങൾക്ക് തയ്യാറെടുക്കുക. അനുവദിച്ച സമയപരിധിക്കുള്ളിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ രാജീവെ, ഞാൻ വിജയിച്ചതായി സ്വയം പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതിനുശേഷമുള്ള സമയം ഗുളികകാലമായതിനാൽ സമയം തെറ്റി വന്നാൽ മത്സരിക്കുന്നതല്ല. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് കേരളത്തിൽ വരാനിരിക്കെ പാർട്ടി പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ ഈ സമയത്ത് എന്തായാലും സംവാദത്തിന് വരില്ലെന്ന് ത്രികാലജ്ഞാനിയായ ശിവൻകുട്ടിക്ക് നല്ലതുപോലെ അറിയാം. അതിനാണ് ഈ സമയം കുറിച്ചുള്ള വെല്ലുവിളി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കമ്മികൾ ശിവൻകുട്ടിയെ വിജയിയായി പ്രഖ്യാപിച്ച് തോളിലേറ്റി ഒരു പ്രകടനം നടത്തും. ഇതിനിടയിലേക്കഥ മറ്റൊരു മല്ലനും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. സംവാദത്തിന് ഞാനും തയ്യാറാണ്. അതോടെ ശിവൻകുട്ടി രാജീവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറയുകയായി, ഞങ്ങളോട് രണ്ടുപേരോടും സംവാദത്തിന് തയ്യാറുണ്ടോ ശബരി? PM ശ്രീ പദ്ധതിയും ലേബർ കോഡും ഒപ്പിട്ട മന്ത്രിയും അതിന് മധ്യസ്ഥത വഹിക്കുന്ന BJP പ്രസിഡന്റും ഒരുമിച്ചിരുന്നോളൂ എന്നാണ് ശബരിയുടെ വെല്ലുവിളി. താൻ പഠിച്ച സിലബസിന് പുറത്തുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന മുന്നറിയിപ്പോടെയാണ് ശിവൻകുട്ടി സംവാദത്തിന് ഇരിക്കുക. ഗുണനപ്പട്ടികകൾ ഒഴിവാക്കുക. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് എന്ന ചോദ്യം വന്നാൽ ശിവൻകുട്ടി പറയും, അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക്. പണ്ടൊരിടത്ത് കയറിച്ചെന്ന് ശിവൻകുട്ടി കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. മലയാളം അറിയാത്ത അവരോട് ശിവൻകുട്ടി പറഞ്ഞത് എന്താണെന്ന് അവർക്ക് പിടികിട്ടിയില്ല. അപ്പോൾ ശിവൻകുട്ടി പറഞ്ഞു, ഇംഗ്ലീഷ് അറിയാവുന്നവർ പറഞ്ഞുകൊട്. അത് കേട്ട് ആദ്യം മുങ്ങിയത് ലുട്ടാപ്പിക്കായിരുന്നു. PM ശ്രീ പദ്ധതി ഒപ്പിട്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ശിവൻകുട്ടി പറയും, കുറച്ച് കാശ് കിട്ടുന്നത് എന്തിനാ വേണ്ടെന്ന് വയ്ക്കുന്നത്. ലേബർ കോഡ് എന്തിനാ ഒപ്പിട്ടത്, അത് അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇതൊന്നും മനസാവാച ശിവൻകുട്ടി അറിഞ്ഞ പരിപാടികളല്ല. പക്ഷെ വല്ല പരാതിയും ഈ ശിവൻകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ കിട്ടിയത് പിണറായി വിജയൻ്റെ മഹാഭാഗ്യമാണ്. ശിവൻകുട്ടി അപ്പൂപ്പനെ ജയിപ്പിക്കാനായി കേരളത്തിലെ പിള്ളേരെല്ലാം സദാ തയ്യാറെടുത്തിരിക്കുകയാണ്. ഞാനൊന്ന് വിളിക്കാത്ത താമസം അവർ ഇറങ്ങി വരാൻ. ഇതാണ് ശിവൻകുട്ടി പറയുന്നത്. പിള്ളേർ വെയിൽ കൊള്ളുമെന്നുകൊണ്ട് മാത്രമാണ് വിളിക്കാത്തത്. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും അരനാഴിക ആലോചനയ്ക്കൊടുവിലെ മറുപടി പറയൂ. ആ പുള്ളിയാണ് സംവാദത്തിനായി വെല്ലുവിളിക്കുന്നത്. എന്തായാലും കലോത്സവ വേദിയിൽ ചിക്കനും മട്ടനും വിളമ്പുന്ന വാഗ്ദാനം പോലും പാലിക്കാൻ ശിവൻകുട്ടിക്ക് കഴിഞ്ഞില്ല. കുട്ടിമാമൻ്റെ ലെമൺ റൈസും മുട്ടയവിയലും വീണ ജോർജിൻ്റെ ബിർണാണിയും കഴിച്ചതിൻ്റെ രുചി പിള്ളേരുടെ നാവിൽ നിന്ന് പോകുന്നുമില്ല. മുൻപ് ഇതുപോലെ വീണ ജോർജ് കേന്ദ്രത്തെ വെല്ലുവിളിച്ചത് ഓർമ്മയില്ലേ? ഒരു നവകേരള സദസ്സിൽ നിന്നായിരുന്നു ആ വെല്ലുവിളി. അംഗീകരിക്കാൻ സൗകര്യപ്പെടില്ല എന്ന് കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു ഭീഷണി. പിന്നെ കണ്ടത് സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രാകുന്നതാണ്. പിന്നീട് സതീശനെയും വെല്ലുവിളിച്ച് വീണ. ഇവരോടൊക്കെ ആരാ സംവാദത്തിന് പോകുന്നത്? പിണറായിയോട് വരാൻ പറ എന്നായിരുന്നു സതീശൻ്റെ മറുപടി. അതോടെ വീണ ബ്ലിങ്കി. അബിൻ വർക്കി അടുത്തിരുത്തി വാദിച്ചിട്ട് ചമ്മി വിളറിയിരുന്ന പുള്ളിയാണ് സതീശനെ വെല്ലുവിളിക്കുന്നത്. വെല്ലുവിളി ഇവറ്റകൾക്ക് ഒരു പതിവ് ആഭാസമാണ്. ഗോളിയില്ലാത്ത പോസ്റ്റിൽ കയറി ഗോളടിച്ചാൽ പോലും പരാജയപ്പെടുന്ന പുള്ളികളാണിത്. നിയമവും കഴക്കൂട്ടവും ഒക്കെ ഭാഗ്യം ചെയ്ത മണ്ഡലങ്ങളാണ്. ശിവൻകുട്ടിയെയും കടകംപള്ളിയെയും ഒക്കെ പേറാൻ വേറെ ആർക്കുണ്ട് നിയോഗം? യുവാക്കളുടെ പുത്തൻ സൂര്യോദയമൊന്നും ഇനി പരീക്ഷിക്കാനുള്ള കെൽപ്പ് പിണറായി വിജയനില്ല. മുതുക്കും ചതുക്കുമൊക്കെ പിന്നെയും LDF എഴുന്നള്ളി വരികയാണ് തെറിയും തൊഴിയുമായി.